ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും ശക്തിയുള്ളതെന്ന് കരുതുന്ന, ജനാധിപത്യ മൂല്യങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്നത് എന്ന് വിചാരിക്കുന്ന അമേരിക്കയുടെ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭരണഘടന രൂപപ്പെടുന്ന ചരിത്രത്തെ അന്വേഷിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് തോന്നാം. എന്തായാലും നമ്മുടെ സിലബസിൻ്റെ ഭാഗമായി നമുക്ക് പഠിക്കാനുള്ള ഒരു സംഗതിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ആ സമയത്തെ ചില അത്യാവശ്യങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് പറയാം. ദി എക്സിജൻസീസ് ഓഫ് ടൈം ദാറ്റ് ക്രിയേറ്റഡ് ദ കോൺഫെഡറേഷൻ ഓഫ് അമേരിക്ക. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നിപ്പോൾ അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ 50 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത് എന്നത്. അപ്പോൾ അമേരിക്ക ആദ്യം നിലവിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇറ്റ് വാസ് എ പെക്യൂലിയർ സെറ്റപ്പ് ഓഫ് 13 കോളനീസ്. ഒരു 13 കോളനികളുടെ ഒരു പെക്യൂലിയർ സെറ്റപ്പായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ആ 13 കോളനികളാണ് ഇന്നിപ്പോൾ ഒരു ഫെഡറേഷനായി ഇവോൾവ് ചെയ്തിട്ടുള്ളത്, ഒരു ഫെഡറേഷനായി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ കോളനികളെല്ലാം ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു. അവർക്ക് ബ്രിട്ടീഷുകാരായിരുന്നു അവിടുത്തെ സെറ്റിലേഴ്സ് എന്ന് പറയുന്നത്. പഴയകാല ബ്രിട്ടീഷുകാരാണ് അവിടെ സെറ്റിലേഴ്സ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ കോളനികളെ നമുക്ക് പ്രധാനമായും 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ക്രൗൺ കോളനീസ് എന്നും, പ്രൊപ്രൈറ്ററി കോളനീസ് എന്നും, ചാർട്ടർ കോളനീസ് എന്നും, അങ്ങനെ 3 തരത്തിലുള്ള ഈ കോളനീസാണ് ഇവിടെ ഉള്ളത്. ഓരോ സ്ഥലത്തും പെക്യൂലിയറായ ചില അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പും അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ക്രൗൺ കോളനീസ് എന്ന് പറയുന്നത് അതിനെ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ അതിനെ റൂൾ ചെയ്തിരുന്നത് ബൈ എ ഗവർണർ അപ്പോയിന്റഡ് ബൈ ദി ബ്രിട്ടീഷ് കിങ്. ഈ ഗവർണറെ അസിസ്റ്റ് ചെയ്യുന്നതിന് ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള കോളനി എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി കോളനീസ് ആയിരുന്നു. ഈ കോളനിയെ നിയന്ത്രിച്ചിരുന്നത് ചില വ്യക്തികളായിരുന്നു. ആ വ്യക്തികൾക്ക് ആ കോളനികളെ ഭരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നതാണ്. അവസാനമായി ഉണ്ടായിരുന്ന കോളനി എന്ന് പറയുന്നത് ചാർട്ടർ കോളനീസ് ആണ്. അവിടെയും സ്വതന്ത്രരായ ചില വ്യക്തികളാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അനുവാദത്തോടുകൂടി കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ 3 തരത്തിലുള്ള കോളനീസ് ഉണ്ട്. അവിടെ പ്രത്യേകതരം ഗവൺമെൻറ്റുകളെല്ലാം ഉണ്ട്. എന്നിരുന്നാലും ഈ ഗവൺമെൻറ്റുകളെല്ലാം ഏകദേശം ഒരുപോലെയായിരുന്നു ഭരണങ്ങളെല്ലാം നടത്തിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയായിരുന്നു. ഈ കോളനിക്കകത്ത് തന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും തന്നെ സിവിൽ ലിബർട്ടിയെ സ്നേഹിച്ചിരുന്ന ആളുകളാണ്. അതായത് അവർ സിവിൽ ലിബർട്ടിക്കും വേണ്ടി നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഫ്രീ ഗവൺമെൻറ്, സ്വതന്ത്ര ഗവൺമെൻറ്റുകൾക്കും വേണ്ടിയും ആഗ്രഹിച്ചിരുന്നു. കാരണം ബ്രിട്ടീഷുകാരാണല്ലോ അവിടേക്ക് കുടിയേറി പാർത്തത്. അവരാണല്ലോ ആദ്യകാല ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ നിലനിന്നിരുന്ന കോളനീസിൽ അവിടെ കൊളോണിയൽ അസംബ്ലീസ് നിലനിന്നിരുന്നു. ഈ കൊളോണിയൽ അസംബ്ലീസ് എന്ന് പറയുന്നത്, കൊളോണിയൽ സഭ എന്ന് പറയുന്നത് ജനങ്ങൾ എലക്റ്റഡ് ബൈ ദി പീപ്പിൾ ആയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു? ദേ ഹാഡ് ദ റൈറ്റ് ടു ഇനീഷ്യേറ്റ് ലെജിസ്ലേഷൻ, നിയമം നിർമ്മിക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ മാനേജ് ദി ലോക്കൽ ട്രേഡ്, പോലീസ് and they had the right to taxation to meet the local needs. അപ്പോൾ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാദേശികമായ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ട്രേഡ് നടത്താനും ആഭ്യന്തര പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പോലീസിനെ നടത്താനും പിന്നെ അവരുടെ പ്രാദേശിക ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള
ടാക്സേഷനും നികുതി നയങ്ങൾ രൂപപ്പെടുത്താനുമൊക്കെയുള്ള കൊളോണിയൽ അസംബ്ലീസ് അവിടെ നിലനിന്നിരുന്നു. എന്നിരുന്നാലും ബ്രിട്ടീഷുകാരായിരുന്നു ഫോറിൻ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്തിരുന്നത്. അതായത് ബ്രിട്ടൻ ഡയറക്റ്റ് ആയിട്ടായിരുന്നു ഫോറിൻ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്തിരുന്നത്. അത് അമേരിക്കൻ കോളനീസിൻ്റെ അഡ്വാൻറ്റേജിനായിരുന്നില്ല, പകരം ബ്രിട്ടീഷുകാരുടെ അഡ്വാൻറ്റേജിനായിരുന്നു. അതുപോലെ തന്നെ നേവിയെയും ആർമിയെയും എല്ലാം, നേവിയും ആർമിയും നടത്തുന്ന യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് ഭാഗമായി ഉണ്ടാകാവുന്ന സമാധാനവും ബാക്കി കുഴപ്പങ്ങളും എല്ലാം നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ 13 കോളനിയിലുള്ള ഇംഗ്ലീഷ് സെറ്റിലേഴ്സിന് നീരസമുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ബ്രിട്ടീഷുകാരും ഈ കോളനികളുമായി എറൈസ് ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാരണമെങ്കിലും അവിടെ സെറ്റിൽ ചെയ്തിരുന്ന ഇംഗ്ലീഷുകാർ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ പിന്മുറക്കാരാണല്ലോ. അവര് ഇംഗ്ലീഷ് കോമൺ ലോയും കണ്ട് പരിശീലിച്ചിട്ടാണ് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തത്. അപ്പം ഇംഗ്ലീഷ് കോമൺ ലോയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോമൺ ലോ വിച്ച് എംബോഡീഡ് ദോസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ വിച്ച് ഈവൻ ദ കിങ് മസ്റ്റ് റെസ്പെക്ട്. ഇപ്പം രാജാവ് പോലും ബഹുമാനിക്കപ്പെടുന്ന ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഇംഗ്ലീഷ് കോമൺ ലോയെ കണ്ടുകൊണ്ടാണ് ഈ വെള്ളക്കാർ വളർന്നത്. അപ്പോൾ ഈ അവകാശങ്ങളുടെ പ്രത്യേകത എന്താണ്? ദീസ് റൈറ്റ്സ് കുഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് ഈവൻ ബൈ ദി പാർലമെന്റ്. പാർലമെന്റിന് പോലും ജനങ്ങളുടെ ഈ അവകാശങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ, വൈദേശിക കാര്യങ്ങളെ ഇംഗ്ലീഷുകാർ നിയന്ത്രിക്കുന്നതും വൈദേശിക ട്രേഡിനെ ഇംഗ്ലീഷുകാർ നിയന്ത്രിക്കുന്നതും, അപ്പോൾ ഇവരുടെ താല്പര്യമില്ലാതെ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതും, അതുപോലെ തന്നെ ഇവരുടെ അവകാശങ്ങളെ മാനിക്കാത്ത തരത്തിൽ ഈ ബ്രിട്ടനിലെ മദർ കൺട്രി ഇടപെടുന്നതൊന്നും തന്നെ അമേരിക്കയിലെ 13 കോളനികളിലുള്ള ഇംഗ്ലീഷ് സെറ്റിലേഴ്സിന് തീരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ കാലഘട്ടം നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ കോളനികൾ രൂപപ്പെടുന്ന കാലഘട്ടമായിരുന്നു. ഇപ്പോൾ യൂറോപ്പിലുള്ള ബ്രിട്ടീഷുകാരായിക്കോട്ടെ, ഫ്രാൻസുകാരായിക്കോട്ടെ, ഡച്ചുകാരായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോളനികൾ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ കൃത്യമായ ഒരു റൈവൽറി അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നിലനിന്നിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഈ ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഒരു 7 years വാർ നടക്കുകയും ആ 7 years വാറിൻ്റെ ഭാഗമായി അമേരിക്കൻ കോളനികളിൽ പുതിയൊരു മാറ്റത്തിന് അത് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതിന് ഈ ഒരു യുദ്ധവുമായി വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നതിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്ന അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ദി ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം അതിന് യഥാർത്ഥത്തിൽ കാരണമാകുന്നത് ഫ്രഞ്ച് സ്പാനിയാർഡ്സിൻ്റെ 7 years വാറാണ്. അത് അവസാനിപ്പിക്കുമ്പോൾ അത് അമേരിക്കൻ കോളനികളിൽ പുതിയൊരു ഉദയത്തിന് കാരണമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചത് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്, ഒരു സമ്മേളനം, എ കോൺഗ്രസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സ്റ്റേറ്റ്സ് വാസ് കോൾഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775. 1775 ഒരു ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നു. ആ കോൺഗ്രസിനകത്ത് ഈ 13 കോളനികളെല്ലാം കൂടെ ചേർന്നിട്ട് ദി കോൺഗ്രസ് അപ്പോയിന്റഡ് ജോർജ് വാഷിങ്ടൺ ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമി. ചീഫ് ഓഫ് ആർമി കമാൻഡറായിട്ട് ജോർജ് വാഷിങ്ടനെ അപ്പോയിന്റ് ചെയ്തു. ഫ്രഞ്ചുകാർ ഈ സേനയെ സഹായിക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു. അങ്ങനെ
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺ ജൂലൈ 4, 1776, 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചു. ഈ 13 കോളനികളുടെ കൂട്ടായ്മയായ കോൺഗ്രസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇറ്റ് വാസ് ഡിക്ലെയർഡ് ദാറ്റ് കോളനീസ് ആർ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്. അവർ പറയുകയാണ്, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾക്കിനി ബ്രിട്ടീഷുകാരുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ദേ ആർ അബ്സോൾവ്ഡ് ഫ്രം ഓൾ അലീജിയൻസ് ടു ദി ബ്രിട്ടീഷ് ക്രൗൺ ആൻഡ് ആസ് ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ഹാവ് ഫുൾ പവർ ടു ഡിക്ലെയർ വാർ, കൺക്ലൂഡ് പീസ്, contract alliances, and to do all other acts and things which independent states may of right do. അപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ അധികാരവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പ്രഖ്യാപിച്ചു. ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധം തുടർന്ന് നടത്തുക എന്നുള്ളതും തങ്ങളുടെ രാജ്യം സ്വതന്ത്രമായി ഭരിക്കപ്പെടുക എന്നുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജൂലൈ 4, 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വരുന്നത്. ജൂലൈ 11, 1776 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായി എ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് വിച്ച് ഡ്രാഫ്റ്റഡ് ദി ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺഫെഡറേഷൻ. ഇപ്പോൾ 13 കോളനികൾ ഒരുമിച്ച് വരുമ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റുന്നത് കോൺഫെഡറേഷൻ എന്നാണ്. അന്ന് ഫെഡറേഷനായി മാറിയില്ല, കോൺഫെഡറേഷൻ. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർ ചില ആർട്ടിക്കിൾസ് ഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ദീസ് ആർട്ടിക്കിൾസ് വെയർ അപ്രൂവ്ഡ് ബൈ ദി കോൺഗ്രസ് ഓഫ് ദി കോൺഫെഡറേഷൻ. പിന്നീട് ഈ കോൺഗ്രസ് ഓഫ് ദി കോൺഫെഡറേഷൻ ഈ ആർട്ടിക്കിൾസിനെ അപ്രൂവ് ചെയ്തു. അതിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്, ദി ഫസ്റ്റ് ഓഫ് ദീസ് ആർട്ടിക്കിൾസ് നെയിംഡ് ദി കോൺഫെഡറേഷൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഞാൻ പറഞ്ഞത് ജൂലൈ 11, 1776 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. അത് ഈ കമ്മിറ്റി ചില ആർട്ടിക്കിൾസ് കോൺഫെഡറേഷന് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ആർട്ടിക്കിൾസ് രൂപീകരിച്ചു. അതായത് ഇന്നത്തെ നമ്മുടെ ഭരണഘടനയുടെ പ്രാഗ് രൂപം, ഒരു പഴയ ഒരു രൂപം അവരുണ്ടാക്കി. ആ പഴയ രൂപത്തിനെ, ആർട്ടിക്കിൾസിനെ ഈ കമ്മിറ്റി അംഗീകരിക്കുന്നത് 1777 നവംബർ 15 അതിനകത്തുള്ള ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നതാണ് കോൺഫെഡറേഷൻ അവരിങ്ങനെ റീനെയിം ചെയ്തു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന്. അതിൽ രണ്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നതെന്ന് പറയുന്നത് ഈച്ച് സ്റ്റേറ്റ് റീറ്റെയിൻഡ് ഇറ്റ്സ് സോവറിറ്റി, ഫ്രീഡം, ഇൻഡിപെൻഡൻസ് ആൻഡ് എവറി പവർ, ജൂറിസ്ട്രിക്ഷൻ ആൻഡ് റൈറ്റ് which was not by this confederation expressly delegated to the Congress. അപ്പം ഞങ്ങൾ 13 കോളനികൾ ചേർന്നിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയത് എങ്കിലും അതിൻ്റെ രണ്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിനും അവരുടെ പരമാധികാരവും സ്വാതന്ത്ര്യവും എല്ലാം നിലനിർത്താനുള്ള അധികാരം പൂർണ്ണമായും ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി നിലനിർത്താനുള്ള കാര്യങ്ങളും ഈ ആർട്ടിക്കിളിനകത്ത് വെച്ചിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺഫെഡറേഷൻ നടന്നുപോയത്. ദി കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി അഡ് ഹോക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ നവംബർ 15, 1777 ഈ കമ്മിറ്റി അംഗീകരിച്ച ആർട്ടിക്കിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഫെഡറേഷൻ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോൺഫെഡറേഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു കോൺഗ്രസ് വേണമല്ലോ, ഒരു കമ്മിറ്റി വേണം. അപ്പോൾ അതിനകത്ത് എത്ര ഡെലിഗേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്? ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് ദ ഡെലിഗേറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ്, ഈച്ച് ബീയിങ് entitled to send not more than 7 and not less than 2 representatives. ഓരോ സംസ്ഥാനങ്ങൾക്കും 2 മുതൽ 7 പേര് വരെയുള്ള പ്രതിനിധികളെ അവരുടെ കോൺഗ്രസിലേക്ക് അയക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 മുതൽ 7 വരെയുള്ള പ്രതിനിധികളെ അയക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നുവെങ്കിലും ഓരോ
സംസ്ഥാനങ്ങൾക്കും ആ കോൺഗ്രസിനകത്ത് ഒരു വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈച്ച് സ്റ്റേറ്റ് ഹാഡ് 1 വോട്ട്. ഇനി ഇതിൻ്റെ അപ്പോൾ കോൺഗ്രസിന് എപ്പോഴും സമ്മേളിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സമ്മേളനമാണ്. ബട്ട് ഡ്യൂറിങ് ദ റിസസ് ഓഫ് ദ കോൺഗ്രസ്, RECESS, റിസസ് എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് സമ്മേളിക്കാത്ത അവസരത്തിൽ, എ കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ് കമ്പോസ്ഡ് ഓഫ് 1 member ഫ്രം ഈച്ച് സ്റ്റേറ്റ് വാസ് എൻടൈറ്റിൽഡ് ടു ഡു എനിത്തിങ് വിച്ച് ദി കോൺഗ്രസ് വാസ് ഓതറൈസ്ഡ് ടു ഡു. അപ്പോൾ കോൺഗ്രസ് ഇല്ലാത്ത സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ മെമ്പേഴ്സ് അടങ്ങിയ ഒരു കമ്മിറ്റിക്ക് കോൺഗ്രസ് അധികാരപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരവും കൊടുത്തിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആണ് എങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ ഒരു ലൂസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. വളരെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ സ്വഭാവം തീരെയില്ലാത്ത ഒരു സംഗതിയായി ഇത് നിലനിന്നിരുന്നു. ദി ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺഫെഡറേഷൻ വെയർ ഹാർഡ്ലി എനിത്തിങ് മോർ ദാൻ കൺവെൻഷൻസ്. കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ദേശാചാരം, ഉടമ്പടി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഉടമ്പടി പോലെയാണ് നിലനിന്നിരുന്നത്. ഈ ആർട്ടിക്കിൾസിന് ദേ ഹാഡ് നോ ബൈൻഡിങ് ഫോഴ്സ്. ഇതാരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാനെന്നുള്ള യാതൊരുവിധ വകുപ്പുകളുമില്ല. ദ കോൺഗ്രസ് ഓഫ് സ്റ്റേറ്റ്സ് വാസ് ടു കൺട്രോൾ ദി അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ്, ബട്ട് ഇറ്റ് ഹാഡ് നോ റിയൽ പവേഴ്സ്. അപ്പോൾ കോൺഗ്രസ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞില്ല. അവരാണല്ലോ ഇതിൻ്റെ ഭരണമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് യാതൊരുവിധ അധികാരവും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇറ്റ് വാസ് മിയർലി എ കൺസൾട്ടേറ്റീവ് ആൻഡ് അഡ്വൈസറി ബോഡി. ഒരു ഉപദേശക പ്രസ്ഥാനമായി മാത്രമാണ് അത് നിലനിന്നിരുന്നത്. അതിന് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇറ്റ് കുഡ് ഓൺലി ടെൻഡർ അഡ്വൈസ്, ഉപദേശം നൽകാൻ വേണ്ടി മാത്രം കഴിയും. അപ്പോൾ ഇത് ഏകദേശം ഇറ്റ് വാസ് കുറേ നാൾ ആ അമേരിക്ക ബ്രിട്ടനുമായി യുദ്ധം ചെയ്യുന്ന ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഇത് നിലനിന്നിരുന്നു. അങ്ങനെ അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധം ഏകദേശം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം എനിക്ക് തോന്നുന്നത് 8 വർഷത്തോളം നിലനിന്നിരുന്നു. അവസാനം ദ വാർ ലാസ്റ്റഡ് ഫോർ 8 years. The Britishers recognized the independence of the colonies by the Treaty of Versailles in 1783. അടുത്ത് നമ്മൾ ചരിത്രപരമായി ഓർത്തിരിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ട്രീറ്റി ഓഫ് വെഴ്സാലീസ്. അത് ഏത് വർഷമാണ്? ഇൻ 1783, 1783. അപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് അവർ പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടി. വെഴ്സാലീസ് ട്രീറ്റിയോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഒരു സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കപ്പെട്ടു. സൂൺ ആഫ്റ്റർ ദി വിക്ടറി ദെയർ വാസ് എ ക്രൈസിസ് ഇൻ ദ ലൈഫ് ഓഫ് ദി ഇൻഫന്റ് നാഷൻ. അപ്പോൾ വിജയത്തിന് ശേഷം പല പ്രശ്നങ്ങളും അവിടെ വരാൻ വേണ്ടി തുടങ്ങി. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വളരെ ലൂസായിട്ട് ചേർത്ത് കെട്ടിയ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇവർക്ക് പ്രധാനമായി എതിർക്കേണ്ടിയിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തതോടുകൂടി സ്റ്റേറ്റ്സ് തമ്മിലുള്ള അസൂയ, കുശുമ്പ്, വിദ്വേഷം തുടങ്ങിയവയെല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ വ്യാപാരവും ബാക്കി കാര്യങ്ങളും സഫർ ചെയ്യാനുള്ള സംഗതിയായി. അനാർക്കി അവിടെ ഉണർന്നു വരാൻ തുടങ്ങി. പക്ഷെ അമേരിക്കയ്ക്ക് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ വളരെ പ്രഗത്ഭരായ ആളുകളെല്ലാം ഒരു ഫിലാഡൽഫിയ കൺവെൻഷൻ എന്ന് പറയുന്ന സംഗതി വിളിച്ചുകൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇൻ സെപ്റ്റംബർ 1786 ഫിലാഡൽഫിയ കൺവെൻഷന് മുമ്പായിട്ട് എ കോൺഫറൻസ് വാസ് കാൾഡ് അറ്റ് അന്നാപോളിസ്. ANNAPOLIS, അന്നാപോളിസ്. അപ്പോൾ 13 കോളനികളുണ്ട്. പക്ഷെ അതിൽ 5 കോളനികൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. അല്ലെങ്കിൽ only 5 states attended the conference. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഡെലിഗേറ്റ് ആയിരുന്നു അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന് പറയുന്ന ആൾ. അലക്സാണ്ടർ ഹാമിൽട്ടൺ, one of the delegates, induced the conference to call upon the Congress to summon a convention of delegates of all states. പക്ഷേ അലക്സാണ്ടർ ഹാമിൽട്ടൺ ദീർഘദർശിയായ അദ്ദേഹം അതിലെ പ്രതിനിധി പറഞ്ഞു, നമ്മൾ ഇങ്ങനെ കൂടിയ പോരാ, നമ്മുടെ എല്ലാ കോളനികളിലെയും ഡെലിഗേറ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്
മറ്റൊരു സമ്മേളനം കൂടേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഫിലാഡൽഫിയയിൽ വെച്ച് പുതിയൊരു കോൺഗ്രസ് നടക്കുകയാണ്. അക്കോർഡിംഗ്ലി ദ കോൺഗ്രസ് സമൺഡ് ദി ഫേമസ് കൺവെൻഷൻ അറ്റ് ഫിലാഡൽഫിയ ഇൻ 1786. അപ്പോൾ എല്ലാ രാജ്യങ്ങളെയും എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 1787 ഫിലാഡൽഫിയയിൽ വെച്ചൊരു കൺവെൻഷൻ കൂടാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഈ കൺവെൻഷനിൽ 73 ഡെലിഗേറ്റ്സ് വെയർ സെൻഡ് ബൈ 12 സ്റ്റേറ്റ്സ്. 13 പേരിൽ 12 പേരും 12 കോളനികളിൽ നിന്നായി 73 പ്രതിനിധികൾ അവിടെ പങ്കെടുത്തു. റോഡ് ഐലൻഡ് ആ ഒരു കോളനിയിൽ നിന്നുള്ള ആരും പങ്കെടുത്തില്ല. ഇതിനകത്ത് ചില വീക്ക്നെസ് എല്ലാം ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ 55 പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. എന്തു തന്നെയായിരുന്നാലും 30-35ഓളം പ്രതിനിധികൾ സ്ഥിരമായി അവിടെ ഒത്തുകൂടി അവരവസാനം വളരെ വിശദമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കൺവെൻഷനുകൾ രൂപപ്പെടുത്താൻ വേണ്ടി തയ്യാറായി. അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റേബിൾ സെൻട്രൽ ഗവൺമെന്റ് ടു ബ്രിങ് ഓർഡർ ആൻഡ് കൊഹഷൻ എമംഗ് ദ സ്റ്റേറ്റ്സ് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം. ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റേബിൾ സെൻട്രൽ ഗവൺമെന്റ് ടു ബ്രിങ് ഓർഡർ ആൻഡ് കൊഹഷൻ എമംഗ് ദ സ്റ്റേറ്റ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്കിടയിൽ യോജിപ്പും അതുപോലെ തന്നെ സമാധാനവും പരസ്പര ധാരണയും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സെൻട്രൽ ഗവൺമെന്റിനെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം. അതുപോലെ തന്നെ രണ്ടാമത് അവർ നേരിട്ട പ്രശ്നവും സോൾവ് ചെയ്യേണ്ട ലക്ഷ്യവും ഇതായിരുന്നു, ആൻഡ് ടു പ്രിസർവ് ആസ് മച്ച് ആസ് പോസിബിൾ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദി സ്റ്റേറ്റ്സ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഓരോ കോളനികളായിരുന്ന സ്റ്റേറ്റിനും പരമാവധി അവർക്ക് സ്വാതന്ത്ര്യം നൽകുക. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിനും പരമാവധി സ്വാതന്ത്ര്യം നൽകുന്നതോടൊപ്പം തന്നെ സ്റ്റേറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് രൂപീകരിക്കുക എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്തോ ഇല്ല. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ടാണ് രൂപപ്പെട്ടത് എന്ന് പറയുന്നത് പോലെ തന്നെ ആഫ്റ്റർ 16 വീക്സ് ഓഫ് ഹോട്ട് ഡിസ്കഷൻസ്, 16 ആഴ്ച ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഓൺ സെപ്റ്റംബർ 17, 1787 1787 സെപ്റ്റംബർ 17 a brief document embodying the constitution of the new government of United States was signed unanimously by the states present. അപ്പോൾ അവിടെ ഹാജരായിരുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾ വളരെ നല്ലൊരു ഡോക്യുമെന്റ് സെപ്റ്റംബർ 17, 1787 അവർ അംഗീകരിച്ചു. അപ്പോൾ അതൊരു കോൺഫെഡറേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ അംഗീകരിക്കപ്പെട്ട ഡോക്യുമെന്റ് ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ അതിന്റെ ഭാഗമായിരുന്ന ഓരോ കോളനികളും അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് റാറ്റിഫൈഡ് ബൈ ദി കൺവെൻഷൻ ഇൻ 9 സ്റ്റേറ്റ്സ് ആസ് എഗ്രീഡ് അപ്പോൺ ഇൻ ദ ഫിലാഡൽഫിയ കൺവെൻഷൻ. തുടർന്ന് 9ഓളം സംസ്ഥാനങ്ങൾ അവരവരുടെ സ്വന്തം സഭകളിൽ വെച്ച് ഈ ഫിലാഡൽഫിയ കൺവെൻഷനിലെ ഡോക്യുമെന്റിനെ അംഗീകരിച്ചു. എന്തു തന്നെ ആയാലും ഫിലാഡൽഫിയ കൺവെൻഷൻ ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾ അംഗീകരിച്ചതോടുകൂടി 1789 മാർച്ച് 4 നിലവിൽ വന്നതായി നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ റാഡിക്കലി ചേഞ്ച്ഡ് ദി ക്യാരക്ടർ ഓഫ് ദി സ്റ്റേറ്റ്സ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്വഭാവത്തിനെ ഒരു മാറ്റം ഉണ്ടാക്കി. കാരണം അവർക്ക് പൊതുവായി അവർ രാജ്യമായി മാറുന്നതാണ് അവിടെ കണ്ടത്. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ ഫെഡറൽ ഗവൺമെന്റ് അലൗവിങ് മാക്സിമം ഓട്ടോണമി ടു ദി സ്റ്റേറ്റ്സ്. അതൊരു ഫെഡറൽ ഗവൺമെന്റിനെ സ്ഥാപിക്കുകയും ഓരോ സംസ്ഥാനങ്ങൾക്ക് പരമാവധി സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു.
അറ്റ് ദ ടൈം ഓഫ് അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ചില റോഡ് ഐലൻഡിനെ പോലുള്ള ചില സ്റ്റേറ്റ്സ് വിട്ടു നിന്നിരുന്നെങ്കിൽ പോലും പിന്നീട് അവർ അതിൻ്റെ ഭാഗമായി മാറി. ഇപ്പോൾ ഒറിജിനലി 13 സംസ്ഥാനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിരുന്നത് എങ്കിൽ ഇന്ന് നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് 50 സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറേഷനാണ്. ടുഡേ ഇറ്റ് ഈസ് എ ഫെഡറേഷൻ ഓഫ് 50 സ്റ്റേറ്റ്സ്. 1959 ഹവായി 50ാമത്തെ സ്റ്റേറ്റായി അമേരിക്കയിൽ ജോയിൻ ചെയ്തു. അതിനു മുമ്പ് അലാസ്കയെ അവർ റഷ്യയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ 13 പേർ ആരൊക്കെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്? ന്യൂ ഹാംഷെയർ ഉണ്ടായിരുന്നു, മസാച്യുസെറ്റ് ഉണ്ടായിരുന്നു, കണക്റ്റിക്കട്ട് ഉണ്ടായിരുന്നു, റോഡ് ഐലൻഡ് ഉണ്ടായിരുന്നു. റോഡ് ഐലൻഡ് അന്നേരം ചേർന്നിരുന്നില്ല. ന്യൂയോർക്ക് ഉണ്ടായിരുന്നു, ന്യൂ ജേഴ്സി ഉണ്ടായിരുന്നു, പെൻസിൽവാനിയ ഉണ്ടായിരുന്നു, ഡെലാവെയർ ഉണ്ടായിരുന്നു, മേരിലാൻഡ് ഉണ്ടായിരുന്നു, വിർജീനിയ ഉണ്ടായിരുന്നു, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. ഇങ്ങനെ 13 സ്റ്റേറ്റുകളാണ് ഈ ഫിലാഡൽഫിയ കൺവെൻഷൻ അംഗീകരിച്ച് US കോൺഗ്രസിനെ നിലനിർത്തിയത്. അതിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഫിലാഡൽഫിയ കൺവെൻഷനെ റാറ്റിഫൈ ചെയ്യുന്നത് ഡെലാവെയർ ആയിരുന്നു. അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും ഇതൊക്കെയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡെവലപ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാവുന്നതാണ്.